നമുക്ക് ഈ റൗണ്ട് കട്ട ഈ കാണുന്ന ഫ്രെയിമിൽ ഒന്ന് കൊള്ളിക്കണം. പക്ഷെ ലക്ഷത്തിൽ ഒരുവന് മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഈ പസിലിന്റെ ഉടമസ്ഥൻ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമുക്കായിട്ട് ഈ പസിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചാലോ? എല്ലാരെയും പോലെ തന്നെ നമ്മളും ആ സെന്ററിലേക്ക് ഈ റൗണ്ട് കട്ട ആ സ്പേസിലേക്ക് എടുത്ത് വെക്കാൻ ശ്രമിക്കും. പക്ഷെ അത് നടക്കത്തില്ല. എന്നാൽ അതിന്റെ അടുത്തിരിക്കുന്ന ആ ട്രയാങ്കിൾ സാധനം എടുത്ത് മാറ്റിയിട്ട് അതവിടെ സ്ഥാപിക്കാമെന്ന് വിചാരിച്ചാലോ? തിരിച്ച് ഈ പറയപ്പെടുന്ന ട്രയാങ്കിൾ പീസ് വെക്കാനും പറ്റത്തില്ല. പസിൽ ഇൻകംപ്ലീറ്റ്. പിന്നെങ്ങനെ ഈ ഡുബുക്ക് ഡിക്ക പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും? ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് തന്നെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കണം. ആദ്യം ഫ്രെയിമിലിരിക്കുന്ന എല്ലാ പീസുകളും ഉൾട്ട ആയിട്ട് നമ്മളൊന്ന് വെക്കണം. ഈ പറയപ്പെടുന്ന പീസുകൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ വെക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, സെൻട്രല് ഒരു സ്ക്വയർ സ്പേസ് നമുക്ക് അവൈലബിൾ ആകുന്നത് കാണാം. പക്ഷെ ഈ സ്ക്വയറിൽ എങ്ങനെ ഈ റൗണ്ട് കട്ട വെക്കും? എന്നാ നിങ്ങൾ ആ സ്ക്വയർ ബോക്സിലേക്ക് ഈ പറയപ്പെടുന്ന റൗണ്ട് കട്ട എന്ന് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ആ കട്ട അവിടെ ഇരിക്കുന്നത് കാണാം. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചത് ആ സ്ക്വയറിലേക്ക് ഈ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പെർഫെക്റ്റ് ആവും. പക്ഷെ നമ്മൾ മറ്റൊരു വഴി സ്വീകരിച്ചാലും ഈ പറയപ്പെടുന്ന കട്ട അവിടെ ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പസിലിന്റെ ഒരു പ്രത്യേകത. എന്നാൽ നമ്മളെ പോലെ 99% ആൾക്കാരും അത് ചിന്തിച്ചില്ല എന്ന് മാത്രം. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. നോക്കിക്കേ, പെടാവുള്ള പല്ല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. സോ എന്നിട്ടും നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? അതുപോലൊക്കെ തന്നെയാണ് ഈ പറയപ്പെടുന്ന ഈ പസിലും. അത് വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കും. പക്ഷെ അവർ ചോദിച്ചത് എന്താണ്? ഈ പറയപ്പെടുന്ന റൗണ്ട് കട്ട ഈ ഫ്രെയിമിൽ വെക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ സാധിക്കും. അടിപൊളിയല്ലേ? ഈ ഫ്രെയിം പോലെ തന്നെ, ഈ കട്ട പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നടക്കില്ല അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ നേരെ രീതിയിൽ, എന്ന് വെച്ചാൽ ഒരു രീതിയിൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ, 99% ആൾക്കാരും ചിന്തിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. എന്നാൽ ഇതുപോലെ മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ നമ്മളത് ചിന്തിച്ചൊന്ന് പ്രവർത്തിച്ച് നോക്കിക്കേ, പല അസാധ്യമായ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു കിടിലൻ മെസ്സേജ് നമുക്ക് ഈ പസിൽ നിന്ന് കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായിട്ട് അത്ര പെർഫെക്റ്റ് അല്ലാത്ത എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.